നിനക്കറിയൂ കുട്ടാ ഇതിന്റെ വല്ല രഹസ്യങ്ങളും? 10-20 വർഷം മുമ്പ് എന്റെ ഫാമിലി, എന്റെ അച്ഛനും എന്റെ മുത്തശ്ശനൊക്കെ ഈ തെരുവിലെ ഏറ്റവും വലിയ രത്നവ്യാപാരികളായിരുന്നു. അന്നൊരു കലാപം വന്ന സമയത്ത് എല്ലാം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയവരാണ് ഞങ്ങൾ. അന്ന് ഞങ്ങളുടെ ഏറ്റവും വില കൂടിയ രത്നങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിയായിരുന്നു ഇത്. അതിനുള്ളിലെ ചില മാർക്കുകൾ കാണാൻ വേണ്ടിയാണ് നിന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറെന്ന്. എന്റെ സുഹൃത്തെ, അന്ന് ഞങ്ങൾ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച ഒരു ഇന്ദ്രനീല കല്ല്, ഏറ്റവും വില കൂടിയ കല്ല്, ഇന്നും ആ പെട്ടിയുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. നിനക്കത് വല്ലതും അറിയൂ? അതിനു വേണ്ടിയിട്ട് എത്ര വർഷമായി ഞാൻ അന്വേഷണം നടത്തിയിട്ടെന്നറിയൂ. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കുറെ മെഴുകുകൊണ്ടും മറ്റൊക്കെ എടുത്തു വെച്ച സംഗതികളുണ്ട്. അതൊക്കെ ചുരണ്ടിക്കളഞ്ഞ് നോക്കുമ്പോണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രൂകളാണ്. അത് കഴിച്ചെടുത്ത് നോക്കുമ്പോൾ മരത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ഏറ്റവും മനോഹരമായൊരു കല്ല്. അന്നത് വിൽക്കുകയാണെങ്കിൽ 20 ലക്ഷം വില കിട്ടും. ആ 20 ലക്ഷം വിലയുള്ളൊരു കല്ലിന്റെ മുകളിലിരുന്നിട്ടാണ് ആ യാചകൻ 18 വർഷം 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വേണ്ടി കൈനീട്ടിയത് പ്രിയാണ്. അപ്പൊ നോക്കൂ, വിലമതിക്കാൻ പറ്റാത്തൊരു സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അതറിയാതെ അനുഭവിക്കാൻ പറ്റാതെ ജീവിച്ചു പോയിരുന്നു. ഉടനെ ആ ബിസിനസ്സുകാരൻ അതെടുത്തിട്ട് അവരോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പോയി രക്ഷപ്പെട്ടോളൂ. ആ സമയത്ത് ആ യാചകന്റെ മനോഭാവം എന്തായിരിക്കും? പിന്നെ അയാൾ കൈനീട്ടു. അയാളിങ്ങനെ ഒരു കൽത്തൂണ് പോലെ നിന്ന് നോക്കുകയാണ് ആളെ. എന്താ പറയേണ്ടതെന്നറിയില്ല. 1 രൂപയ്ക്ക് വേണ്ടി യാചിച്ച തന്റെ മുന്നിൽ ഇന്നിപ്പോ എത്രയോ കോടികളാണ്, ലക്ഷങ്ങളാണ് കയ്യിലിരിക്കുന്നത്. ഇതുപോലെ ഈശ്വരൻ അനന്തമായ ശാന്തിയും സ്വസ്ഥതയൊക്കെ നമുക്ക് തന്നിട്ട് ഞാനും നിങ്ങളും അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ ഇരുന്ന് കൈനീട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ സുഖമുള്ളൂ ശാന്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ യാചകന്മാര് ലോകത്തിലാരുണ്ട്? അതുകൊണ്ട് നമ്മളെ കഴുതാന്ന് ഭഗവാൻ വിളിക്കാൻ ഇടവരുത്തരുത്. നമ്മളൊക്കെ മനുഷ്യരായിട്ട് തീരേണ്ടവരാണ്. അതുകൊണ്ട് സത്സംഗത്തിലേക്കൊക്കെ മനസ്സിനെ നയിക്കൂ എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് ഭഗവാനും ഈ മഹാത്മാക്കളും തമ്മിലുള്ള സംവാദം കേൾക്കുകയാണ്. വസുദേവര്, അതായത് ഭഗവാന്റെ പിതാവ്. ഭഗവാന്റെ പിതാവിനൊരു മോഹം, എല്ലാ മഹാത്മാക്കളും കൃഷ്ണനെ നമസ്കരിക്കുന്നു, ഞാൻ പിതാവായിട്ട് ഇത്രയും ദിവസം നമസ്കരിച്ചിട്ടില്ല. താൻ പുത്രഭാവത്തിലാണല്ലോ കൃഷ്ണനെ കാണുന്നത്, ഒന്ന് നമസ്കരിക്കണമല്ലോ കൃഷ്ണന്റെ മുന്നിൽ. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ ദിവസവും പിതാവിന്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് കാൽക്കൽ വീണ് നമസ്കരിക്കും. ആ ഒരു നിമിഷം വസുദേവര് മറക്കും കൃഷ്ണൻ ഈശ്വരനാണെന്നൊക്കെയുള്ള കാര്യം. പുത്രഭാവത്തിൽ അപ്പോഴും കണ്ടുപോകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വസുദേവർക്കൊരു മോഹം, പുത്രനെ നമസ്കരിക്കണമെന്ന്. അന്ന് ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും അച്ഛന്റെ മുന്നിലെത്തി. അച്ഛനെ കൈകൂപ്പി നമസ്കരിച്ചപ്പോ അച്ഛന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയിട്ട് വീണു. അച്ഛൻ പറയാണ്, അന്ന് നീ പ്രസൂതിഗൃഹത്തിൽ വെച്ച്, അതായത് നിന്നെ പ്രസവിച്ച സമയത്ത് ശംഖചക്രകഥാധാരിയിട്ട് രൂപം കാണിച്ചു തന്നു. അന്ന് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ ഉയർത്താൻ വന്നിരിക്കുന്ന ഈശ്വര ശക്തിയാണെന്നുള്ളത്. അതെല്ലാം ഞാൻ മറന്നുപോയിട്ട് പുത്രഭാവത്തിൽ ഉണ്ണി നിന്നെ കണ്ടുപോയി. അതുകൊണ്ടോ എന്റെ ജീവിതത്തിൽ നിന്നെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. നീ പുത്രനായിട്ടും ഞാൻ ജീവിതത്തിൽ ഭയവും ദുഃഖവും അവശതയും അനുഭവിക്കുകയാണ്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള പേടി എന്നെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, യുവാൻ മനസ്സുതോ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരോ ഭൂഭാരക്ഷത്രചപണ അവതീർണോത്പദാത്തഹാം സൂതീഗൃഹേന നിജഗാന ഭവാനജോനോ സംജക്തൈത്യനയുഗം നിജധർമ്മഗുപ്തി നാനാതനുഗഗനവൽ വിതരൻ ജഹാസി കോവേദപൂർണൗരുകായ വിഭൂതിമായം. അന്ന് സൂതിഗൃഹത്തിൽ വെച്ച് ഈ പറഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയി ഉണ്ണി. ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കണമെന്നും പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പോ അച്ഛൻ ഇന്ദ്രിയങ്ങളിൽ കുരുങ്ങിപ്പോയി. ഇന്ദ്രിയങ്ങൾ പറയുന്നു ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ എന്നും ഉണ്ടാവുന്നൊക്കെ കണ്ണുകൾ എന്നോട് പറയുകയാണ്. നീ എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ മോഹിക്കുന്നു. ഈ കാണുന്നതൊക്കെ എന്നും ഉണ്ടാവണം, യാദവകുലം എന്നും ഉണ്ടാവണമെന്ന്. യാദവകുലത്തിൽ അപ്പോഴേക്കും സംഘർഷങ്ങളൊക്കെ അന്തഛിദ്രങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇതൊന്നും ഉണ്ടാവരുത് ഞാൻ മോഹിക്കുന്നു.
ഞാൻ ഭയത്തിലും ദുഃഖത്തിലുമാണ് ഉണ്ണി, ഉണ്ണി എന്നെ ഒന്ന് പിടിച്ചുയർത്തൂ എന്ന് പറഞ്ഞ് പിതാവ് സ്വന്തം പുത്രന്റെ മുന്നിൽ കൈകൂപ്പി കാരുണ്യം അപേക്ഷിച്ചപ്പോ ആ ഭഗവാൻ സ്വന്തം പിതാവിന് കൊടുക്കുന്നൊരു ഉപദേശം 85-ാം അധ്യായത്തിൽ ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞ ഭാഗത്ത് കാണാം. ഭാഗവതത്തിലെ ഇത്തരം ഭാഗങ്ങൾ ഞാൻ ആവർത്തിക്കട്ടെ, നല്ലവണ്ണം ശ്രദ്ധാപൂർവം പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതം വെറും ഒരു കഥ പറയുന്ന പുസ്തകമല്ല എന്ന് മനസ്സിലാവും. സ്വന്തം പിതാവിനോട് ഭഗവാൻ കാണിച്ച സമീപനം, സ്വന്തം പിതാവിന് കൊടുക്കുന്ന ഉപദേശം, ഇതൊക്കെയാണ് നമുക്കൊക്കെ പറഞ്ഞു തരാനുള്ള ഉപദേശം. ഇതിലപ്പുറമൊന്നും ഭഗവാന് പറയാനില്ല. അത് നാം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. എന്താ ഭഗവാൻ പറയുന്നത്? പറയുന്നു അച്ഛനോട്. അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ ഈശ്വരനാണെന്ന്. പരമാർത്ഥമാണ് ഞാൻ ഈശ്വരനാണെന്നത്. എന്റെ നമ്മുടെ ജ്യേഷ്ഠൻ ബലരാമസ്വാമി ഈശ്വരൻ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഈശ്വരൻ. പിന്നെയോ അഹം യൂയം അസോ വാര്യ ഇമേ ചദ്വാരകൗകസാം സർവേപ്യേവം യദുശ്രേഷ്ഠം വിമൃശ്യ സചരാചരം ആത്മാ ഹേക സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണേ. അഹം, ഞാൻ ഈശ്വരൻ തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. യൂയം, അവിടുന്നും ഈശ്വരനാണ്. സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി ഭഗവാൻ പറയാണ് അവിടുന്നും ഈശ്വരനാണ്. അസൂവാര്യ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ ബലരാമസ്വാമിയും ഈശ്വരനാണ്. എന്തിനേറെ യദുശ്രേഷ്ഠ, യദുവംശത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന പിതാവെ അവിടുന്ന് വിമർശ്യ, നല്ലവണ്ണം വിചാരം ചെയ്താലും ചിന്തനം ചെയ്താലും വിവേകത്തിലൂടെ ചിന്തിച്ചാലും ഭഗവാന് നമ്മളോടൊക്കെ പറയാനുള്ളൊരു കാര്യം വിചാരം ചെയ്യൂ എന്നാണ്. വിമർശ്യ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുക. വിമർശ്യ എന്നുള്ളതിന് മലയാളത്തിന് ഒരാളെ നിന്ദിക്കുന്നതിന് വിമർശനം എന്ന് പറയും, പരിഹസിക്കുന്നതിന് വിമർശനം എന്ന് പറയാം, ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് വിമർശനം എന്ന് പറയും. എന്നാൽ സംസ്കൃതത്തിൽ വിമർശനം എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുക, ചിന്തിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് പഠിക്കുമ്പോഴും 18 അധ്യായങ്ങളിലൂടെ ഏറെക്കുറെ 600ഓളം ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വ്യത്യസ്ത രീതിയിൽ ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം 18ാമത്തെ അധ്യായത്തിൽ അവസാനം ഭഗവാൻ അർജുനനോട് പറയും, ഇത്രയും നേരം ഞാൻ നിനക്ക് പലതും പറഞ്ഞു തന്നില്ലേ, അതുകൊണ്ട് ജ്ഞാനം ഗുഹ്യതമം ഏതൽ, ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ, അതുകൊണ്ട് അർജുന ഇനി നീ എന്ത് ചെയ്യണം? വിമർശയേത് അശേഷേന, നീ വിമർശനം ചെയ്താലും ചിന്തനം ചെയ്താലും എന്നിട്ട് യഥാ ഇച്ഛസി തഥാ ഗുരു, എന്നിട്ട് നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ നീ ചെയ്തോളൂ. ഭഗവാനും അതൊക്കെ നമ്മളോട് പറയാനുള്ളൂ. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ഉയർത്താൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതിയിരുന്നു, ഞാൻ അച്ഛനെ ഉയർത്തിക്കൊള്ളട്ടോ, അച്ഛൻ വിഷമിക്കേണ്ട, വേദനിക്കേണ്ട, അച്ഛന്റെ എല്ലാ കാര്യങ്ങളും 100% ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിരുന്നു ഇല്ല. അച്ഛനോട് പറയുന്നത് അഹം യൂയം അസൂവാര്യ ഇമേ ചദ്വാരകൗകസ, ഈ ദ്വാരകയിലിരിക്കുന്ന എല്ലാവരും, എന്തിനേറെ അച്ഛ സർവേപി, ഈ പ്രപഞ്ചത്തിലുള്ള സകലരും, സർവേപി ഇവിടെയുള്ള എല്ലാവരും, യദുശ്രേഷ്ഠ വിമർശ്യ, നല്ലവണ്ണം വിചാരം ചെയ്യൂ, എല്ലാവരും ആത്മാ ഹി ഏക, ഒരേ സ്വരൂപം തന്നെയാണ്. എന്നിൽ എത്ര ഈശ്വരത്വമുണ്ടോ അത്രയ്ക്ക് അച്ഛനിലും ഉണ്ട്, അത്രയൊക്കെ ബലരാമസ്വാമിയിലുണ്ട്, അത്രയൊക്കെ എല്ലാവരിലുമുണ്ട് പറയാണ്. പക്ഷെ ഞാനും നിങ്ങളും മനസ്സിന്റെ തലത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മനസ്സിന്റെ വികാരങ്ങൾ നമ്മളെ എളുപ്പം വീഴ്ത്തുന്നു. ശരീരം തളരുമ്പോൾ മനസ്സ് തളർന്നു പോകുന്നു, മനസ്സ് തളരുമ്പോൾ ശരീരം തളരുന്നു. എന്നാൽ ഇത്തിരി വിവേകത്തോടുകൂടി വിചാരത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ വികാരങ്ങൾ വരട്ടെ, കാമം വരട്ടെ, ക്രോധം വരട്ടെ, എല്ലാ വികാരങ്ങളും മനുഷ്യന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ പ്രകൃതി ഇങ്ങനെയൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വികാരങ്ങളും വേണം നമുക്ക്. പക്ഷെ ആ വികാരങ്ങളിലൂടെ പോകുമ്പോഴും വിവേകത്തിന്റെ ദാളം തിരികൊളുത്തിക്കൊണ്ട് പോവാൻ സാധിച്ചാൽ നമുക്ക് വികാരത്തിലൂടെയും വിവേകത്തിലൂടെയും ജീവിക്കാൻ സാധിക്കും. ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യം കാണിക്കും. നീ നിനക്ക് 2 പൊട്ടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ മുഖമൊക്കെ കൂടി മാറും. ദേഷ്യത്തിന്റെ ഭാവം കാണിക്കും അമ്മ. അതേ സമയത്ത് അടുത്ത വീട്ടിലൊരാൾ വന്നിട്ട് അമ്മയോട് ഒരു കാര്യം ചോദിക്കാൻ, എന്താ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതേ മുഖഭാവം വെച്ച് അമ്മ സംസാരിക്കൂ?
നമുക്കറിയാം, മൂഡ് മാറ്റാൻ നമുക്കറിയാം. വീട്ടിലുള്ള ഓരോ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം. രാവിലെ തന്നെ ചിലപ്പോൾ വീട്ടിൽ ഭർത്താവും ഭാര്യയായിട്ട് എന്തെങ്കിലും നിസ്സാര കാര്യത്തിലൊക്കെ തെറ്റും. എന്തെങ്കിലും രാവിലെ ചട്നി അരയ്ക്കാൻ നാളികേരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാവില്ല, ഇതൊക്കെ അദ്ദേഹം വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു സംഗതി, ചായപ്പൊടി ഉണ്ടാവില്ല, പഞ്ചസാര ഉണ്ടാവില്ല, ഇതൊക്കെ രാവിലെ ഓർമ്മ ഉണ്ടാവും, സംഗതി ഇല്ല. അങ്ങനെ അവിടെ വെച്ച് ബഹളം വെക്കുമ്പോൾ എന്റെ തലയിലെഴുത്താണ് നിങ്ങളെ കെട്ടിയത്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിധി വേണോ, അച്ഛൻ എത്ര നല്ല ആലോചന കൊണ്ടുവന്നാണ്, അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരുത്തന്റെ തലയിൽ എന്റെ ജീവിതമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ തുടങ്ങും. ഉടനെ അദ്ദേഹം തുടങ്ങും, എന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു കാര്യമാണ് നീ എന്റെ ജീവിതത്തിന്റെ തലയിൽ വന്നു എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത വീട്ടിലെ അമ്മ വന്നിട്ട്, നോക്കൂ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഇവർ ആ ദേഷ്യത്തിൽ അവരെ മുന്നിൽ പോവോ? ഒട്ടുമില്ല. ആ മനസ്സപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ആ അടുത്ത വീട്ടിലെ അമ്മ ചോദിക്കും, എന്താ കല്യാണി നീ വന്നത്, എപ്പോഴാ നീ വന്നത്, എന്താ നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും. ഭർത്താവ് ഞെട്ടിപ്പോവും, എന്നോട് ഇങ്ങനെയൊക്കെ വലിയ ദേഷ്യത്തിൽ സംസാരിച്ച് ഇവൾ ഇത്രയും വേഗം മനസ്സ് മാറ്റിയിരിക്കുന്നു. അല്ലേ, മൂഡ് മാറ്റാൻ നമുക്ക് സാധിക്കും ഏതൊരാളോടും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. വിവേകമാണ് നമ്മുടെ ശക്തി. വികാരങ്ങൾ വരും, അത് നമ്മൾ അസ്വസ്ഥരാക്കും, കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോഴൊക്കെ വിവേകത്തിന്റെ ഒരു അഗ്നി നമുക്ക് കൊളുത്തിവെക്കാൻ സാധിച്ചാൽ മനസ്സിലാക്കാം നമുക്ക് തന്നെയാണ് നമ്മളെ ഉയർത്താൻ സാധിക്കുന്നത് എന്നൊക്കെ അച്ഛൻ ഉപദേശം കൊടുത്തു. അച്ഛനോട് ഇത്രയൊക്കെ പറഞ്ഞ അച്ഛൻ ഭഗവാൻ നിർത്തി. ആ സമയത്ത് ഇതൊക്കെ കേട്ടാലും വളരെ വളരെ പ്രയാസമാണ് ഉൾക്കൊള്ളാൻ. അമ്മ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഗുരുവിന് നഷ്ടപ്പെട്ടു പോയ പുത്രനെ നീ കൊടുത്തില്ലേ ഉണ്ണി, ഈ അമ്മയ്ക്കും 6 പുത്രന്മാരെ നഷ്ടപ്പെട്ടിട്ടില്ലേ, എനിക്ക് അവരെക്കൊന്ന് കാണാൻ മോഹമുണ്ട്, ഒന്ന് കാണിച്ചു തന്നൂടെ ഉണ്ണി എന്ന് പറഞ്ഞപ്പോ പിന്നെ ഭഗവാൻ ഉപദേശിക്കാൻ പോയില്ല. ചിലരൊന്നും ഭഗവാൻ ഉപദേശിച്ചാൽ നേരെയാവില്ല എന്നറിയാം. അപ്പൊ അവരെന്ത് ചോദിക്കണോ അപ്പെടുത്തു കൊടുക്കും ഭഗവാൻ. കാരണം കണ്ടുപഠിക്കില്ല, എന്നാ കൊണ്ടുപഠിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഭഗവാൻ തരുന്നുവെങ്കിൽ അപ്പം മനസ്സിലാക്കുക എവിടെയോ ഭഗവാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ ആ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു. മഹാബലിയുടെ ലോകത്തിലായിരുന്നു ഇവരൊക്കെ. അപ്പൊ എന്താ അവരെ തല്ലിക്കൊല്ലാൻ കാരണം? ഹിരണ്യകശിപുവിന്റെ മക്കളായിട്ട് ജനിച്ചവരാ. അന്ന് പ്രഹ്ലാദൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അപ്പൊ അതിന്റെ ശിക്ഷ കൊടുത്തത് കംസനിലൂടെയാണ്. നോക്കണേ, ഒക്കെ പാറയുടെ മുകളിൽ അടിച്ചിട്ടൊക്കെ കൊല്ലണ്ടി വന്നു എന്ന് പറയാനും. ഇവിടെ വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ ജനിക്കുക വല്ല കശാപ്പുകാരന്റെ വീട്ടിലായിരിക്കും. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ജീവിതം കാണേണ്ടി വരുമെന്ന് പറയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നു, അമ്മയുടെ അടുത്ത് കൊടുത്തു. അമ്മ അപ്പോഴേക്കും പ്രേമാധിക്യത്താൽ മുലപ്പാൽ ചുരുന്നു. ആ മുലപ്പാൽ അവര് കഴിച്ചതും അവരൊക്കെ പിന്നീട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് കഥ. അതായത് എപ്പോ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം വന്നുവോ അവരൊക്കെ അധോഗതിയിൽ നിന്ന് സദ്ഗതിയിലേക്ക് ഉയരണു എന്നുള്ളത് ഈ കഥയിലൂടെ നമ്മളെ കാണിക്കുകയാണ്. ഭഗവത് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ആർക്കും ദുർഗതിയും അധോഗതിയും ഇല്ല എന്ന പരമാർത്ഥത്തെ ഈ കഥയിലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നീട് അടുത്ത 2 വ്യാഖ്യാനങ്ങളാണ് സുഭദ്രാഹരണവും അതുപോലെ സന്താനഗോപാലം കഥയും. സുഭദ്രാഹരണം വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഭാഗവതത്തിൽ വളരെ കുറച്ചേ പറയുന്നു, എന്നാൽ അത് കേൾക്കുമ്പോൾ രസമാണ്. മഹാഭാരതത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കഥ പറയും. ഒരിക്കൽ പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ അരക്കില്ലം പണിയും. അങ്ങനെ അരക്കില്ലത്തിൽ ഇവരെ താമസിക്കുന്ന കാലം വിതുരരിലൂടെ മനസ്സിലാക്കും ഇത് കത്തിച്ച് കളയാനുള്ള വീടാണ്, അതിൻ്റെ ഉള്ളിൽപ്പെട്ട ചാവുന്നു, അതുകൊണ്ട് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ട് അവർ രക്ഷപ്പെടും. കാട്ടിൽ കുറെ വൃദ്ധന്മാരായിട്ടുള്ള ആദിവാസികളുണ്ട്, എന്തായാലും മരിക്കാനായിട്ടുണ്ട് അവർ 5 പേരെ പിടിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് കടത്തും. രാത്രിക്ക് രാത്രി ദുര്യോധനന്റെ ദൂതന്മാര് വന്നിട്ട് ഇതിന് തീ കൊടുക്കും. പാണ്ഡവന്മാര് കാട്ടിലേക്ക് രക്ഷപ്പെടും. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ 6 അസ്ഥികൂടങ്ങൾ കാണാം, 5 അസ്ഥികൂടങ്ങൾ. അവർക്ക് മനസ്സിലായി പാണ്ഡവന്മാര് മരിച്ചു എന്ന്. നെഞ്ചത്തടിയും ആർപ്പും വിളിയും. വിതുരര് കുന്തിദേവിയോട് പറഞ്ഞു, ദേവി കരഞ്ഞോളൂ, പക്ഷെ സത്യം മനസ്സിലാക്കിക്കോളൂ, അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. കുന്തിദേവി ഇങ്ങനെ അഭിനയിച്ചു കരച്ചിലൊക്കെ. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ പാണ്ഡവന്മാര് കാട്ടിലിങ്ങനെ വേഷം മാറി നടക്കുകയാണ്. അപ്പോഴാണ് വിദർഭാധിപതിയുടെ മകളായിരിക്കുന്ന പാഞ്ചാലിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. അവിടെ പാഞ്ചാലിയുടെ വിവാഹത്തിന് വേണ്ടി എല്ലാ രാജാക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനും വന്നിട്ടുണ്ട്. അർജുനൻ വേഷം മാറിക്കൊണ്ട് അങ്ങോട്ട് പോയി, ആരും അറിയാത്ത വേഷമൊക്കെ കെട്ടിയിട്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴോ ആളെ നോക്കിയിട്ടല്ല കല്യാണം. പണ്ട് ആളെ നോക്കിയിട്ടൊന്നല്ല കല്യാണം. പണ്ട് മത്സരങ്ങൾ വയ്ക്കും, അതിലാരാണോ ജയിക്കുന്നത് അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അപ്പൊ എന്താ മത്സരം?
ഒരു വൃക്ഷത്തിന്റെ മുകളിൽ ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. ആരാണോ താഴെയുള്ള പാത്രത്തിൽ കാണുന്ന വെള്ളത്തിൽ കാണുന്ന നിഴലിലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്ക് അസ്ത്രമേത് ആ പക്ഷിയെ വീഴ്ത്തുന്നത് അവർക്ക് പാഞ്ചാലിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ അന്നൊക്കെ അങ്ങനെയാണ് രാജാക്കന്മാർ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പലരും വന്നു അസ്ത്രം അവർ നോക്കൊരു ഭാഗത്തേക്ക് അസ്ത്രം നമ്മുടെ സാറ്റലൈറ്റ് പോകുന്ന പോലെ ഇപ്പം എന്തോ ഭാഗ്യത്തിന് കൃത്യമായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച ഒരു സ്ഥലവും വീഴുന്ന അറബിക്കടലിലാവും. ഇപ്പോൾ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അസ്ത്രമേന്ത് അതോരോ ദിക്കിലേക്ക് പോകുന്നുണ്ട്. അവസാനം അർജുനന്റെ ഊഴം വന്നു. കൃത്യമായിട്ട് അത് ആ പക്ഷിയെ വീഴ്ത്തി. ഭഗവാൻ കൃഷ്ണൻ അപ്പോഴേ മനസ്സിലായി ഇത് അർജുനനാണെന്ന്. അടുത്തെന്ന് ചോദിച്ചാൽ അർജുന സുഖം തന്നെയല്ലേ എന്ന്. പിന്നെ ഭഗവാൻ ലോകിയൊന്നും അടിച്ചില്ല, കാരണം ആർക്കും പരിചയം വേണ്ട എന്നുള്ള രീതിയിലും. അതിനുശേഷം പാണ്ഡവന്മാര് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ആ പാഞ്ചാലി വിവാഹം കഴിച്ചിരിക്കുന്നത് അർജുനാണെന്നൊക്കെ കല്യാണം കേമായിട്ട് നടത്തണമല്ലോ. അങ്ങനെ നടത്താൻ വേണ്ടിയൊക്കെ നിശ്ചയിച്ച് അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി പാണ്ഡവന്മാർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവരികയാണ്, പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ കുന്തിദേവി ധ്യാനത്തിനിരിക്കുന്നുണ്ട്. അമ്മയോട് ചെന്ന് അർജുനൻ പറഞ്ഞു, അമ്മയൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്ന്. ഉടനെ അമ്മ പറഞ്ഞു, 5 പേരും തുല്യമായിട്ട് പങ്കിട്ടോളൂ എന്ന് പറഞ്ഞു. അമ്മ ഇതങ്ങനെ പങ്കെടുക്കാൻ പറ്റിയ സാധനമല്ല, അതൊരു ഭാര്യയാണ്, പെണ്ണാണ്. എന്റെ വാക്കുകൾ ഏതായാലും തെറ്റണ്ട, 5 പേർക്കും ഭാര്യ ഇരിക്കട്ടെ പാഞ്ചാലിന്ന്. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ 5 പേരുടെ ഭാര്യയെ തീർന്നു പ്രിയം. അപ്പൊ അർജുനൻ തന്നെ അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, പാണ്ഡവരോട് പറഞ്ഞു, ഒരാള് എല്ലാവരും കൂടി 5 പേരും കൂടി പാഞ്ചാലി ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട, അത് അപകടത്തിലേക്കാവും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ചില വ്യവസ്ഥകൾ വെക്കുകയാണ്. എന്താ വ്യവസ്ഥ? ഓരോ വർഷം പാഞ്ചാലി ഓരോരുത്തരുടെ കൂടെ താമസിക്കുക. അങ്ങനെ ആ സമയത്ത് അവർ കഴിയുന്ന സമയത്ത് അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ശിക്ഷ. അധികമൊന്നുമില്ല, 21 ദിവസം തീർത്ഥാടനം, ഒന്ന് കറങ്ങി വരിക. അപ്പൊ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ പിന്നെ കുരുത്തക്കേട് പിന്നെ കാണിക്കില്ല. പാണ്ഡവന്മാർക്കെല്ലാം സമ്മതം. ഓ കുഴപ്പമില്ല പറഞ്ഞു. പക്ഷേ തീർത്ഥാടനം മിക്കവാറും കിട്ടിയത് അർജുനനാ. എന്ന് വെച്ചാൽ അർജുനൻ ഈ പറഞ്ഞതൊക്കെ തെറ്റിക്കും. ആരുടെങ്കിലും കൂടെ പാഞ്ചാലി ഇരിക്കുമ്പോൾ ചെന്ന് ചോദിക്കും, പാഞ്ചാലി പിന്നെ ഇപ്പൊ പാഞ്ചാലി ചോദിക്കും, ആര്യപുത്രൻ ഇപ്രാവശ്യം എവിടേക്കാ ടൂറ് പോകണത് എന്ന്. അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകും. അതിന്റെ ഇടയ്ക്കാണ് ഒരിക്കൽ യാത്ര പോയപ്പോഴാണ് ഒരു സ്ഥലത്ത് വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ബലരാമസ്വാമിയുടെയും സഹോദരി സുഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് കേൾക്കുന്നത്. സുഭദ്രയോട് ചെറുപ്പത്തിലെ അർജുനനൊരു അനുരാഗമുണ്ട്. സുഭദ്രയ്ക്ക് തന്നോടതുണ്ടോ എന്നിട്ട് അറിയൂല. സുഭദ്രയുടെ കല്യാണം ഭഗവാൻ ബലരാമസ്വാമി മഗധയിലിരിക്കുമ്പോൾ ദുര്യോധനൻ വിവാഹം കഴിച്ചു കൊടുക്കണം നിശ്ചയിച്ചു. കാരണം തന്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പൊ ഇപ്പോ ദുര്യോധനുമായിട്ട് കല്യാണം നടക്കണമെന്ന് കേട്ടപ്പോൾ അർജുനന്റെ മനസ്സാകെ വേദനിച്ചു. എന്തെങ്കിലും ഇതിനൊരു പോംവഴി ചെയ്യണം. അർജുനൻ ആലോചിക്കാൻ എന്താ പോംവഴി. നേരെ ദ്വാരകയിലേക്ക് ചെന്നിട്ട് സുഭദ്രയെ വിളിച്ചിട്ട്, സുഭദ്ര വരൂ, അർജുനാ വിളിക്കുന്നത് വരൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അർജുനന് പേടിയായി. സുഭദ്രയ്ക്ക് പകരം ബലരാമസ്വാമി ഗതയായിട്ടാ വരുന്നതെങ്കിൽ പിന്നെ അത് അവസാനത്തെ വിളിയായിരിക്കും. അപ്പൊ അത് നടക്കില്ല. ബലരാമസ്വാമിയുടെ ശക്തിയും കഴിവും അറിയുന്ന ആളാണ് അർജുനൻ. എന്നാ ഒരു കാര്യം, രാത്രിയിൽ മതിൽ ചാടിയൊക്കെ പോയിട്ട് വിളിച്ചുകൊണ്ടോന്നാലോ എന്ന്. സുഭദ്രയുടെ മുറിയിലൊക്കെ ചെന്ന് വാതിലൊക്കെ തട്ടി എന്നിട്ട് സുഭദ്രയെ വിളിച്ചാലോ എന്ന്. അപ്പോഴും പേടി. അറിയാതെങ്ങാനും ബലരാമസ്വാമിയുടെ മുറിയാണ് വാതിൽ തൊട്ട് വിളിച്ചതെങ്കിൽ അങ്ങോര ഇറങ്ങി വന്നു വെച്ചാൽ കഴിഞ്ഞു തന്നെ പടി. അപ്പൊ അതൊന്നും നടക്കണ കാര്യമില്ല. വേറെ വല്ല പോംവഴിയുണ്ടോ? ഇതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അർജുനന് തോന്നിയത്, രാവണൻ ഒപ്പിച്ച പണി എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്താ രാവണൻ ഒപ്പിച്ചത്? സന്യാസ വേഷം കെട്ടുക, എന്നിട്ട് അവിടെ ചെല്ലുക. എന്നാൽ അത് എളുപ്പമായിരിക്കുന്നു. അങ്ങനെ അർജുനൻ നല്ല കാവുകൊണ്ടൊക്കെ വാങ്ങിച്ചു, ഒന്ന് പുതച്ചു. പേടിയുണ്ട്. കുറെ രുദ്രാക്ഷമാലയൊക്കെ വാങ്ങിച്ചു ധരിച്ചു. കയ്യിലും മറ്റും നിറയെ ഭസ്മം. കയ്യെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ സന്യാസിയാണെന്ന് തോന്നില്ല. കാരണം നിറയെ അമ്പൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ, അതിൻ്റെയൊക്കെ തഴമ്പുകളൊക്കെ ഉണ്ട്. ഏതായാലും അർജുനൻ വേഷം മാറിക്കൊണ്ട് സമന്ത പഞ്ചക തീർത്ഥത്തിലെത്തി. യോഗ്യനായിട്ടുള്ളൊരു സന്യാസി വര്യൻ അവിടെ ചേർന്നിട്ടുണ്ട് എന്ന് ദ്വാരകാവാസികൾ ബലരാമസ്വാമിയോട് പറഞ്ഞതും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ ബലരാമസ്വാമി. അങ്ങനെ അർജുനൻ ദ്വാരകയിലെത്തി. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ബലരാമസ്വാമി കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഒരു യോഗ്യനായിട്ടുള്ള മഹാത്മാവ് വന്നിട്ടുണ്ട്, ഒന്ന് പോയി നമസ്കരിക്കുകയാണ്. ബലരാമസ്വാമിക്ക് സന്യാസി എന്ന് കേട്ടാൽ അപ്പം ചെല്ലും നീണ്ടു നിവർന്നൊരു നമസ്കാരം. ആരാവട്ടെ എന്താവട്ടെ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പണ്ട് സൂതനെ വധിച്ചതിന് ശേഷം അദ്ദേഹം പ്രായച്ചിത്തം പോലെ ഇത് കൊണ്ടു നടക്കാറുണ്ട്. അതിനൊരു കഥ ഉണ്ട് ഭാഗവതത്തിന്. അപ്പോ അങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ അറിയാലോ ഈ വന്നിരിക്കുന്ന കള്ളൻ അർജുനനാണെന്നുള്ളത്.
ഭഗവാൻ പറഞ്ഞു പോവാൻ, ജ്യേഷ്ഠൻ പോയിക്കോളൂ, ഞാൻ പിന്നെ വരാമെന്ന്. അല്ലല്ല, കൃഷ്ണൻ കൂടെ വരണം, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. അതിന് രണ്ടുപേരും കൂടി പോവും. ബലരാമസ്വാമി നീണ്ടുതോറും നമസ്കരിക്കും, ഭഗവാൻ മാറി നിൽക്കും. അർജുനനൊന്ന് കണ്ണിട്ട് നോക്കും കൃഷ്ണനെ. ബലരാമസ്വാമി എങ്ങാനും അറിയാണ് ഞാൻ അർജുനനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഗത കൊണ്ട് ഒന്ന് കിട്ടും, പണി അതോടുകൂടി തീരും. അത് കഴിഞ്ഞ് ബലരാമസ്വാമി കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നമസ്കരിക്കൂ, യോഗ്യനാണ്, മഹാത്മാവാണെന്ന്. ഭഗവാൻ പറഞ്ഞു, വേണം ഈ കുരുത്തം കെട്ടവനെ തന്നെ നമസ്കരിക്കല്, എന്റെ ജീവിതത്തിൽ വരെ നമസ്കരിക്കാനുള്ളൊരു തലയെഴുത്തുണ്ടോ? അങ്ങനെ ഭഗവാൻ നിർത്തില്ലല്ലോ, ജ്യേഷ്ഠന്റെ മുന്നിൽ നമസ്കരിച്ചു. നമസ്കരിക്കുന്ന സമയത്ത് കാലൊന്ന് പിടിച്ച് കുലുക്കി, കള്ളാ നിന്നെ മനസ്സിലായിട്ടുണ്ട്, നീ അറിയില്ല എന്ന് വിചാരിക്കണ്ട. ഉടനെ അർജുനന് പേടി, രണ്ട് കൈയെടുത്തിട്ട് ശിരസിൽ വെച്ചിട്ട് പറഞ്ഞു, ചതിക്കല്ലേ കൃഷ്ണ, ആ ബലരാമസ്വാമിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയാൽ ജീവൻ അവിടെ വെച്ച് തീരുന്നു. ഏതായാലും ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠ ശരി നമുക്ക് പോവാൻ. അല്ല കൃഷ്ണ, ഒന്ന് ചോദിക്കണ്ടേ, ആരാ, എന്താ, എപ്പോഴാ വന്നത്, എങ്ങോട്ടാ പോണത്, ഇതൊക്കെ. ജ്യേഷ്ഠ അവരായി അവരുടെ പാട എന്തിനാ നമ്മളൊക്കെ ചോദിക്കുന്നത്? അല്ല കൃഷ്ണ, ഒന്ന് ചോദിക്കണം. എന്ന് മാത്രമല്ല, സുഭദ്രയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചതല്ലേ, ഒന്ന് ആ വീട്ടിലൊക്കെ കൊണ്ടുപോയി, കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആ സുഭദ്രയെ കൊണ്ടൊക്കെ വല്ലതും കൊടുക്കാൻ സാധിച്ച അവൾക്കൊരു ഭാഗ്യം കിട്ടില്ലേ? അതൊരു ഭാഗ്യമില്ലേ അവൾക്ക്? വേണ്ട ജ്യേഷ്ഠ, ഒന്നാമത് ഇന്നത്തെ കാലത്ത് സന്യാസിമാരെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ടാത്തൊന്നും ജ്യേഷ്ഠൻ ചെയ്യണ്ട. കൃഷ്ണ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല സന്യാസിമാരെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് ബലരാമസ്വാമി എന്നെ ചോദിച്ചു, അവിടുന്ന് എങ്ങോട്ടാവോ, എപ്പോഴാവോ ഇവിടെ വന്നിട്ടുണ്ടാവുക, എന്തിനാവോ വന്നിട്ടുണ്ടാവോ എന്നൊക്കെ വിനയത്തിൽ ചോദിച്ചപ്പോ അർജുനൻ കണ്ണൊക്കെ അടച്ചിട്ട്, കണ്ണു തുറന്നാൽ മനസ്സിലാവും അർജുനാണെന്നുള്ളത്. കണ്ണടച്ചിട്ട് പറഞ്ഞു, ചാതുർമാസിയാണല്ലോ, അതുകൊണ്ട് ചാതുർമാസി കാലം കഴിച്ചു കൂട്ടാൻ വേണ്ടി വന്നതാ, വേറെ മോഹമൊന്നുമില്ല, എവിടെങ്കിലും ഒന്ന് ഇരുന്ന് ഭജനം ചെയ്യണമെന്ന്. ഇത് കേട്ടതും ബലരാമസ്വാമി ഒരു എന്നാൽ കൊട്ടാരത്തിൽ തന്നെയാവാന്ന്, ഒരു 4 മാസം അവിടെ ഇങ്ങനെ താമസിച്ചോളൂ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരാം, അതും സുഭദ്രയുടെ മുറിയിൽ അടുത്ത് തന്നെ കൃഷ്ണ ഏർപ്പാടാക്കിക്കൊള്ളുന്നു. ഉടനെ ഭഗവാൻ ചോദിച്ചു, അത്രയും വേണോ ഏട്ടാന്ന്? അതൊക്കെ ഞാനാ നിശ്ചയിക്കുന്നത്, കൃഷ്ണനൊക്കെ ചെയ്താൽ മതിയെന്ന്. എന്നാ പിന്നെ ഏട്ടന്റെ ഇഷ്ടം എന്താ വെച്ചാൽ അതാവട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, കള്ളാ വേണ്ടാത്തൊന്നും ഒപ്പിക്കണ്ട, ആ ബലരാമസ്വാമിയുടെ അടുത്ത് തല്ല് കിട്ടേണ്ടി വരും ഒക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അർജുൻ സന്യാസിയായിട്ട് കൊട്ടാരത്തിൽ താമസിക്കുന്നു. തൊട്ട അടുത്ത മുറിയിൽ സുഭദ്രയും. ബലരാമസ്വാമി സുഭദ്രയെ വിളിച്ചിട്ട് പറഞ്ഞു, സുഭദ്രയെ നീ തന്നെ നോക്കണം അയാളുടെ കാര്യങ്ങളൊക്കെ, രാവിലെ അദ്ദേഹത്തിന് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കണം, വേണ്ടതൊക്കെ വേണ്ട രീതിയിലൊക്കെ കൊടുക്കണം എന്നൊക്കെ സുഭദ്ര ഏർപ്പാടാക്കി. സുഭദ്ര അത് കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കും. അപ്പൊ ഒരു ദിവസം സുഭദ്ര ചോദിച്ചു, അങ്ങിങ്ങനെ തീർത്ഥാടനം ചെയ്യുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കുന്തിദേവിയെ കാണാൻ ഇടവന്നുണ്ടോന്ന്? അർജുനൻ പറഞ്ഞു, പലപ്പോഴും കാണാൻ ഇടവന്നുണ്ട്. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അമ്മയല്ലേ. ഓഹോ, കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ അവരുടെ മക്കളാണല്ലോ പാണ്ഡവന്മാര്. അതെ, അവരെ അറിയോന്ന്? ഓ, അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ, നല്ലോണം അറിയുന്നു. അപ്പൊ അവരിൽ 3ാമത്തെ ആള് അർജുനൻ എന്ന് പറയുന്ന ആള്, അയാൾ ഇപ്പോഴും സന്യാസിയെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണോന്ന്. ഇത് കേട്ടതും അർജുനൻ ഷോക്കേറ്റ പോലെ, ഞാൻ സന്യാസിയായിട്ട് ഇങ്ങനെ യാത്രയും ചെയ്ത് നടക്കുന്നതാണ് ചോദിക്കുന്നത് എന്ന്. അപ്പോഴേക്കും അർജുനന്റെ ഉള്ളിന്റെ ഉള്ളെന്ന് പറഞ്ഞു, ഇവൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ അവൾ അർജുനെ അടുത്ത് ചോദിക്കില്ലല്ലോ, അല്ലെ ഭീമൻ ഇങ്ങനെ കറങ്ങി നടക്കണ്ടോ ചോദിച്ചാൽ പോരെ, എന്നോട് സ്നേഹമുണ്ടാ ചോദിച്ചത്. കൊണ്ട് അർജുനൻ സുഭദ്രയോട് പറയാണ്, ഞാനാണ് ആ സന്യാസിയെ നടക്കുന്ന അർജുനൻ. അപ്പോഴേക്കും സുഭദ്രയ്ക്ക് നാണം വന്നു. പിന്നെ സുഭദ്ര ഓടി അവിടുന്ന്. ഇത്രയും ദിവസം ഞാൻ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അർജുനനെയാണെന്ന് കേട്ടതും പിന്നെ സുഭദ്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം മുതൽ സുഭദ്ര എന്തുണ്ടാക്കുമ്പോഴും ഒരു സ്പെഷ്യൽ കെയറൊക്കെ എടുക്കാൻ തുടങ്ങി. പഞ്ചസാരയൊക്കെ ഒന്ന് കുറച്ച് കൂടുതലിടും, പാലൊക്കെ കുറെ കൂടുതൽ ഒഴിക്കും. ഇത് കണ്ടപ്പോൾ രുക്മിണി ദേവിക്ക് മനസ്സിലായി കാര്യം കുറെ അപകടത്തിലാണ് പോണതെന്ന്. രുക്മിണി ദേവി ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, ഇതൊക്കെ അവിടെ വെച്ചോളൂ, ഒക്കെ ഞാൻ കൊണ്ടു കൊടുത്തോളാം. അർജുനൻ ഇങ്ങനെ കാത്തിരിക്കും, എപ്പോ വരും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് രുക്മിണി ദേവി കയറി വരുന്നത്. അർജുനൻ ഹായ് സുഭദ്ര എന്നൊക്കെ പറഞ്ഞ് ചാടിയപ്പോ പറഞ്ഞു, ഒരു കൊഞ്ചലും വേണ്ട കുഴലും വേണ്ടത് രുക്മിണി ദേവിയാണെന്ന്. എനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ ഞാൻ ബലരാമസ്വാമിയോട് ചെന്ന് കാര്യം പറയുന്നത്. അർജുൻ കാല് പിടിച്ചത് അപേക്ഷിച്ച്, അയ്യോ കുഴപ്പമുണ്ടാക്കരുത്, ഞാൻ ആ സുഭദ്രയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഉടനെ സുഭദ്രാദേവി പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് തീരുമാനമെടുക്കാം നിങ്ങളുടെ കാര്യത്തിലെന്ന്. അങ്ങനെ ഭഗവാൻ കൃഷ്ണനും രുക്മിണി ദേവി എല്ലാവരും കൂടി ചേർന്ന് നിശ്ചയിച്ചു എത്രയും വേഗം ഇവരവിടുന്ന് മാറ്റണമെന്ന്. പിറ്റേ ദിവസം ബലരാമസ്വാമിയും കൃഷ്ണനും വസുദേവരൻ ദേവകി ദേവിയും ഒക്കെ തീർത്ഥാടനത്തിന് പോവുകയാണെന്നും രാവിലെ രഥം തയ്യാറാക്കി വെക്കാമെന്നും ഭഗവാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലെ രഥം തയ്യാറാക്കി വെച്ചു. ഭഗവാൻ ബലരാമസ്വാമി പുറപ്പെട്ട സമയം നോക്കി അർജുനൻ സുഭദ്രാദേവിയും കൊണ്ട് കളഞ്ഞു. ദൂതന്മാരിലൂടെ ബലരാമസ്വാമി അറിഞ്ഞു തന്റെ സഹോദരിയെ അർജുനനാണ് തട്ടിക്കൊണ്ടുപോയത്. അതിനിടയ്ക്ക് യാദവന്മാര് വളഞ്ഞു അർജുനനെ. എങ്ങനെയൊക്കെ അർജുനൻ രക്ഷപ്പെട്ടു.
ബലരാമസ്വാമി വന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, എന്റെ സഹോദരിയെ ചതിച്ചു കൊണ്ടുപോയ അർജുനൻ ആരാവട്ടെ അവന്റെ തല ഞാൻ മാറ്റിക്കളയുന്നു, എന്റെ സഹോദരിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ, എവിടെ സൈന്യം തയ്യാറാവോ എന്നൊക്കെ പറഞ്ഞ് അലറിയപ്പോ ഭഗവാൻ കൃഷ്ണൻ തടുത്തുകൊണ്ട് ചോദിച്ചു, നിൽക്കു ജ്യേഷ്ഠാണ്, നീ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം, എനിക്കറിയാം നീ എന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത്. ഉടനെ ഭഗവാൻ പറഞ്ഞു, ദേ അപ്പോഴും അയാളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ കൂട്ടിക്കൊണ്ടുവരാനാണ്, ജ്യേഷ്ഠനല്ലേ കൂട്ടിക്കൊണ്ടുപോകുന്നത്, എന്തിനാ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ തടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, ജ്യേഷ്ഠൻ അവിടെ പോകുന്നു, അർജുനന്റെ തല മാറ്റുന്നു, സുഭദ്രയെ കൊണ്ടുവരുന്നു, എന്നിട്ട് കൊട്ടാരത്തിലെത്തിച്ച് ദുര്യോധനുമായിട്ട് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ദുര്യോധനൻ പറയാണ്, അർജുനൻ തൊട്ട സുഭദ്രയെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ആ കുറ്റബോധത്തിലിരിക്കണ്ടേ? സഹോദരി വിധവയെപ്പോലെ അർജുനനെ കൊന്നതിന്റെ ദുഃഖം കുന്തിദേവിയുടെ മുഖത്ത് നോക്കാൻ പറ്റാതെയൊക്കെ ജീവിക്കണ്ടേ? എന്തിനാ ഇതൊക്കെ പോകുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, അർജുനനല്ല സുഭദ്രയെ അപഹരിച്ചത്, പിന്നെ സുഭദ്രയാണ് അർജുനനെ അപഹരിച്ചത്. എന്ന് വെച്ചാൽ തേരോടിച്ചത് അർജുനനല്ല, തേരോടിച്ച സുഭദ്രയാണ്. അന്നേ ഞാൻ പറഞ്ഞ ഈ കുട്ടികൾ ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കരുതെന്ന്, നീയല്ലേ അവളെ ഇതൊക്കെ പഠിപ്പിച്ചത്, ആരാ നിന്നോട് അവളതൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനിയിപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഗംഭീരമായിട്ട് സ്വയംവരം നടത്തിക്കൊടുക്കാൻ. അവിടെയാണെങ്കിലോ പാഞ്ചാലി ദേവി കാത്തിരിക്കുക, 21 ദിവസം ഇങ്ങോട്ട് പോയിട്ട് കാണാനില്ല അഡ്രസ്, ഇനി വേറെ എവിടെയെങ്കിലും കൂടിയൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാഞ്ചാലി ദേവി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ കടന്നു വരുന്നു സുന്ദരിയായിട്ടുള്ള സുഭദ്രാദേവി. അപ്പൊ അർജുനൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാഞ്ചാലി ദേവിയുടെ മൂക്കിന്റെ അറ്റത്താ ശുണ്ഠി, പെട്ടെന്ന് ദേഷ്യം വരും, നീ ആരാ എന്താന്നൊക്കെ ചോദിക്കും. അവിടെ കാൽക്കൽ വീണിട്ട് വേഗം പറയാം, ഞാൻ കൃഷ്ണന്റെ സഹോദരി സുഭദ്രയാണ്, എന്നാ കൂളവാള് എന്ന്. പാഞ്ചാലി ദേവിയുടെ കാലിൽ ചെന്ന് വീണു. ഇവിടെ ചോദിച്ചു, എടുത്തുകൊണ്ട് ചോദിച്ചു, ആരാണ് അവിടുന്ന്, ആരാണ് കുട്ടി, ആരാണെന്ന്. ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ സഹോദരിയാണെന്ന് പറഞ്ഞതും ആലിംഗനം ചെയ്തു. കൃഷ്ണനെ കാണുന്നത് പോലെയാണ് സുഭദ്രയെ കാണുന്നത്. എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഒരു ധീരനും വീരനുമായ ഒരു ശൂരന്റെ പരാക്രമിയുടെ ഭാര്യയെ തീരട്ടെ എന്ന്. അപ്പോഴേക്കും അർജുനൻ അങ്ങോട്ട് ചാടി വീണു. അപ്പൊ സുഭദ്ര പറഞ്ഞു, സുഭദ്രയെ നോക്കി അർജുനനെ. പിന്നെ പാഞ്ചാലിക്ക് മനസ്സിലായി സംഗതിയൊക്കെ പിന്നിൽ എന്തൊക്കെയാ നടന്നത് എന്നുള്ളത്. അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ച് ഗംഭീരമായിട്ട് ആ വിവാഹം കൊണ്ടാടി എന്നാണ് കഥ പറയുന്നത്. ഇതിനെയാണ് സുഭദ്രാഹരണം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ആകെ 4 വരിയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ചേർത്ത മസാലയാണ്. ആദ്യം പറയാ, ഒക്കെ കേൾക്കുമ്പോൾ ഒരു രസം വേണം. അപ്പം ബാക്കിയുള്ളതൊന്നും ഭാഗവതത്തിലുള്ളതല്ല. പിന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒരു രസത്തിന് വേണ്ടി. ഇതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, സുഭദ്ര എന്ന ശബ്ദത്തിനർത്ഥം ജീവിതം ഭദ്രമാക്കി തീർക്കുക. സുഭദ്രം. എപ്പോഴാണ് ജീവിതം ഭദ്രമാവുക എന്ന് വെച്ചാൽ, ഭദ്രമാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജീവിതത്തിൽ നമുക്ക് ധൈര്യവും ശക്തിയും ഉത്സാഹവും കിട്ടുക. അതിന് 2 കാര്യങ്ങൾ വേണമെന്നാണ്. എന്താണത്? ഒരു വശത്ത് കൃഷ്ണനിലുള്ള ദൃഢമായ പ്രേമം, മറുവശത്ത് മരിക്കുന്നത് വരെ നമ്മുടെ കർത്തവ്യം എന്താണോ അത് ഭംഗിയായിട്ട് നിറവേറ്റുക. ഒരു വശത്ത് നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയും മറുവശത്ത് ദൃഢമായ ഭഗവത് പ്രേമവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മരണം വരെ ഉത്സാഹവും ശക്തിയും ഉള്ളതായിത്തീരും. അപ്പൊ അവരുടെ ജീവിതം സുഭദ്രമായിരിക്കും. ഭയം, ദുഃഖം എന്ന് പറയുന്നത് മനസ്സിൽ കടന്നു വരില്ല പ്രിയാണ്. ഇത് രണ്ടും കൊണ്ടു നടക്കാൻ സാധിക്കണം. ഭഗവത് ഭക്തി മാത്രമുണ്ടെങ്കിൽ ജീവിതത്തിൽ സുഖമില്ല. ഭക്തിയും വേണം, അതേപോലെ കർത്തവ്യങ്ങളും അനുഷ്ഠിച്ചു കൊണ്ടുപോകണം. ഭാര്യയാവട്ടെ, മകനാവട്ടെ, മകളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ഉദ്യോഗസ്ഥരാവട്ടെ, ആരാവട്ടെ, നമ്മുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് പോവുകയും ഭഗവാനിലുള്ള ദൃഢമായ പ്രേമം കൊണ്ടു നടക്കുകയും സാധിച്ചാൽ നമ്മൾ ഒരിക്കലും തളരാത്തവരായി തീരുമെന്ന് ജീവിതത്തിൽ ഈ ഒരു കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അർജുനൻ എന്നാൽ തന്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നവൻ എന്നർത്ഥം. കൃഷ്ണൻ എന്നാൽ പ്രേമം എന്നർത്ഥം. ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത ഉപസംഹരിപ്പിക്കുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. എവിടെ യോഗേശ്വരനിലുള്ള ദൃഢമായ പ്രേമവും മറുവശത്ത് അർജുനനെപ്പോലെ, ധനുർധരനായ അർജുനനെപ്പോലെ തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഉത്സാഹവും ഇത് രണ്ടുമുണ്ടോ തത്രയേവ വിജയം എന്നാണ്. അവിടെ മാത്രമാണ് ജീവിതത്തിൽ വിജയം എന്നാണ്. നാണയത്തിന് 2 വശമുള്ളതുപോലെ, ജീവിതാനുഭവങ്ങൾക്ക് 2 വശമുള്ളതുപോലെ, ജീവിതത്തിന്റെ പരമാർത്ഥ വശത്തിനും 2 വശമുണ്ട്. ആ ഒരു വശം മാത്രം കണ്ട് നമ്മൾ പോകരുത്. കണ്ണുകൊണ്ട് കണ്ട്
ജീവിച്ചു പോകരുത് പ്രിയാണ്. ഭാര്യയും മക്കളും അതുപോലെ കുടുംബങ്ങളൊക്കെ കണ്ണ് നമ്മളോട് പറയും, ഇതൊക്കെയാണ് സത്യം, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന. മനസ്സിനോട് പറഞ്ഞ് പരിശീലിക്കണം, ഇത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്ക് ജീവിതമുണ്ടാവണം. അതിനെന്ത് വേണം? ഞാൻ ദൃഢമായ ഭഗവത് ഭക്തിയിൽ തന്നെ ജീവിക്കുമ്പോഴേ പുറമെ എന്ത് നടന്നാലും അകത്ത് താളം തെറ്റാതിരിക്കുള്ളൂ. നാം അകംഭാവം കാണാതിരുന്ന, ഉള്ളിലുള്ള ഭാവം കാണാതിരുന്നാൽ പുറം മാത്രം കാണുമ്പോൾ നാം സത്യത്തെ മറന്ന് ജീവിക്കാൻ ഇടവരും. അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നവരെയാണ്. മനസ്സിലാവുണ്ടല്ലോ? അതല്ലേ നമ്മുടെയൊക്കെ അനുഭവം എന്ന് പറയുന്നത്. ഒരു ഭാഗം മാത്രം കണ്ട് ജീവിക്കുന്നുകൊണ്ടായിരിക്കാം പലപ്പോഴും നമുക്ക് ബാലൻസ് തെറ്റിപ്പോകുന്നത്. ഇത് രണ്ടും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം. ഏതുപോലെ ഒരു വാഹനം ഓടണമെങ്കിൽ അതിന് 2 വീലുകൾ വേണം. ഒരു ട്രെയിൻ ഓടണമെങ്കിൽ 2 ട്രാക്കുകൾ വേണമെന്ന് പറയണം. അപ്പൊ രണ്ടിലൂടെയും പോകുമ്പോഴാണ് അതിന് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ ഭഗവത് പ്രേമവും പുറമേ തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു വ്യക്തമായ ജീവിത വീക്ഷണം അതുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളാരും തളരില്ല, തകരില്ല, പതറില്ല എന്ന് ഭാഗവതം പറയും. പിന്നീട് അടുത്ത കഥ പറയുന്നത് സന്താനഗോപാലം എന്ന് പറയുന്ന കഥ. ഇതും കൂടി പറഞ്ഞ് ഉപസംഹരിപ്പിക്കാം. ദ്വാരകയിലൊരു ബ്രാഹ്മണന് ജനിക്കുന്ന കുട്ടികളൊക്കെ ജനിച്ച ഉടനെ തന്നെ, പ്രസവിച്ച ഉടനെ മരിക്കും. ശവവും എടുത്തുകൊണ്ട് ഭഗവാന്റെ ദ്വാരകയിൽ ചെന്ന് പൊട്ടിക്കരയും ബ്രാഹ്മണൻ. എന്നിട്ട് പറയും, അവിടുന്ന് എന്നെ രക്ഷിക്കൂ, ഒരു പുത്രന് വേണ്ടിയിട്ട് എത്ര കൊതിക്കുന്നു ഞാൻ, പുത്രനില്ലെങ്കിൽ ഗതിയില്ലാന്നല്ലേ, ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ, പിണ്ടം വെക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് കരയും. മകന് വേണ്ടിയിട്ടല്ല പണ്ടുള്ളവരെ ആഗ്രഹിച്ചത്. മകനുണ്ടെങ്കിലേ തേയ് കൊളുത്താൻ പറ്റുള്ളൂ, മകനുണ്ടെങ്കിലേ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, പിണ്ടം വെക്കുള്ളൂ, പിണ്ടം വെച്ചാലേ ഗതി കിട്ടുള്ളൂ, അവനവന് ഗതി കിട്ടാൻ വേണം, മക്കൾ വേണമെന്നാണ്. ഇതൊക്കെയാണ് ആളുകൾ അന്ന് ധരിച്ചിരുന്നത്. ഉടനെ ഭഗവാൻ പറയും, കാലത്തിന്റെ നിശ്ചയല്ലേ, കർമ്മത്തിന്റെ നിശ്ചയല്ലേ, വിധിയല്ലേ, ഉൾക്കൊള്ളു ബ്രാഹ്മണ, എല്ലാം ശരിയാവും, പോവൂ, എല്ലാം കാലത്തിന്റെ കാലത്തിന്റെ ഒഴുക്കൽ ശരിയാവും, പോവൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എല്ലാം നേരെയാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. 9 മക്കൾ അദ്ദേഹത്തിന് ജനിച്ചു. 9 പേരും മരിച്ചു. 9ാമത്തെ കുട്ടി മരിച്ചപ്പോൾ ബ്രാഹ്മണന്റെ താളം തെറ്റി. ആ കുട്ടിയുടെ ജലവുമായിട്ട് നേരെ പോവും. ദ്വാരകയിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയും, ഗുരുവിന് നഷ്ടപ്പെട്ടു പോയ പുത്രനെ കൊടുത്തില്ലേ, സ്വന്തം അമ്മയ്ക്ക് കൊടുത്തില്ലേ, ഈ ബ്രാഹ്മണനെ മാത്രം എന്തിനങ്ങനെ പരിഹസിക്കുന്നത്, ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താ കൃഷ്ണ, ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? ഈശ്വരനല്ലേ നീ, ജഗതീശ്വരന്മാരായിട്ട് നടക്കുന്നുണ്ടല്ലോ, പല ലീലകളും ചെയ്തവനല്ലേ, ഗോകുലത്തിലും വൃന്ദാവനത്തിലും നിന്റെ ലീലയെക്കുറിച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ടല്ലോ, എനിക്കും എന്റെ പുത്രനെ ഒന്ന് തരൂ ഉണ്ണി, വേറെ ഒന്നും മോഹമില്ല, ഈ ബ്രാഹ്മണനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴും ഭഗവാൻ പറയും, കാലത്തിന്റെ നിശ്ചയമാണ്, അങ്ങ് ഉൾക്കൊള്ളുന്നത്, പോവൂ, കാലം ശരിയാക്കുമെല്ലാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ബ്രാഹ്മണന് സഹിച്ചില്ല. ഇത്തിരി കലി വന്നു. ഈശ്വരനാണത്രേ, ലോകം കൊണ്ടു നടക്കുന്ന ആളാണത്രേ, എത്രയോ ആളുകൾക്ക് കുട്ടികളെ കൊടുത്തിട്ടുണ്ടത്രേ, ഈ ബ്രാഹ്മണനോട് മാത്രം ഇങ്ങനെ കളിയാക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ അത് മൈൻഡ് ചെയ്തില്ല. അന്ന് കഷ്ടകാലത്തിന് അർജുനൻ അവിടെ ഉണ്ടായിരുന്നു. അർജുനൻ അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് ബ്രാഹ്മണനോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. നീ ആരാന്ന് ചോദിച്ചു. ഞാൻ ആരാവട്ടെ, എന്താ പ്രശ്നം എന്ന്? കണ്ടില്ലേ, എന്റെ കുട്ടി 9 മരിച്ചു, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അർജുനൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു, എങ്കിൽ അടുത്ത കുട്ടിയെ ഞാൻ രക്ഷിക്കുന്നൊരു പ്രതിജ്ഞ. ബ്രാഹ്മണൻ പരിഹസിച്ചൊരൊറ്റ ആട്ടു വെച്ചു കൊടുത്തു. ഇവിടെ കൃഷ്ണനും രാമനും സാധിക്കാത്ത കാര്യം നീ ഏതോ ഒരുത്തൻ കയറി വന്നിട്ട് നിനക്ക് പറ്റുന്നു. ഇത് കേട്ടപ്പോ അർജുനന് അതൊട്ടും സഹിച്ചില്ല, തന്നെ ഇങ്ങനെ കളിയാക്കിയത്. അവിടെ വെച്ച് പറയാണ്, നിങ്ങൾ എന്താ കരുതിയത് ബ്രാഹ്മണ? നാഹം സംഘർഷണോ ന കൃഷ്ണ, ഞാൻ സംഘർഷണമല്ല, കൃഷ്ണനുമല്ല, ന കൃഷ്ണ കാശ്മീരേവ, ഞാൻ ആരാന്നറിയോ? അർജുനൻ എന്ന് കേട്ടിട്ടുണ്ടോ? പാണ്ഡവരിൽ 3ാമത്തവൻ അവനാണ് ഞാൻ വിചാരിച്ച നടക്കാത്തൊരു കാര്യമില്ല എന്ന്. ഇപ്പൊ കൃഷ്ണനുമല്ല രാമനുമല്ല എന്ന് ആദ്യം പറഞ്ഞാൽ ഞാൻ അർജുനാന്ന് പറഞ്ഞാൽ മതി. ആദ്യം അവരൊന്നല്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത, നടത്താൻ പറ്റാത്ത കാര്യം പോലും എനിക്ക് നടത്താൻ പറ്റുന്ന ഒരു അഹങ്കാരം അർജുനൻ അങ്ങോട്ട് പറയാൻ തോന്നി. ബ്രാഹ്മണൻ അപ്പോഴും വെച്ചൊരാട്ട്, നീ നടത്തും അത്രേ, എന്താ നിനക്ക് പറ്റുക എന്നുള്ളത്? ഒരു മനുഷ്യനായിട്ട് നിനക്ക് വല്ലതും പറ്റും, ഈശ്വരനും പറ്റാത്ത കാര്യം. അത് കേട്ടപ്പോൾ അർജുനൻ ഒന്നുകൂടി കലി വന്നു. അവിടെ വെച്ച് തന്റെ ഗാണ്ഡീവം കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഗാണ്ഡീവത്തിന്റെ മുന്നിൽ ഒരു യമരാജാവിനോ അദ്ദേഹത്തിന്റെ ഒരു ദൂതനോ അടുത്തേക്ക് വരാൻ പറ്റില്ല.
ഇനി നിങ്ങളുടെ മകനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, സത്യം ചെയ്യുന്നു, ഒന്നുകിൽ നിങ്ങളുടെ മകനെ ഞാൻ രക്ഷിക്കും, അതിനെനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അഗ്നി കൂട്ടിയിട്ട് ഞാൻ അതിലേക്ക് ചാടി മരിച്ചിരിക്കും. ഇത് സത്യം സത്യം സത്യം. ഇത് കേട്ടപ്പം ബ്രാഹ്മണൻ തലകുനിച്ചു. ബ്രാഹ്മണന് വളരെ സന്തോഷമായി. കാരണം ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ കുട്ടി, രണ്ടിലൊന്നുറപ്പാണ്. ഏതായാലും അർജുനൻ സത്യം ചെയ്ത സ്ഥിതിക്ക് ഇതിലെന്തെയൊന്നും നടക്കാതിരിക്കില്ല. ഏതായാലും ബ്രാഹ്മണൻ തിരിച്ചുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യ 10ാമത്തെ ഗർഭവും ധരിച്ചു. ഗർഭമൊക്കെ പാകായ സമയത്ത് ബ്രാഹ്മണൻ അറിയിച്ചു, ദേ എന്റെ പത്നി ഗർഭിണിയായിട്ടുണ്ട്, പുറപ്പെട്ടോളൂ എന്നും. അങ്ങനെ അർജുനൻ അമ്പും വില്ലൊക്കെ ആയിട്ട് പുറപ്പെടുകയാണ്. പാഞ്ചാലി ദേവി ചോദിച്ചു, എങ്ങോട്ടാണ് ആര്യപുത്രൻ പോകുന്നത് എന്ന്. പറഞ്ഞൊരു പ്രസവരക്ഷയ്ക്ക് പോവുകയാണെന്ന്. ഇതിപ്പോ എന്നാ തുടങ്ങിയത് ഈ പണിയെന്ന്. സാധാരണ സ്ത്രീകളാണല്ലോ ഈ പണികളൊക്കെ ചെയ്യാറ്. അന്നൊക്കെ സ്ത്രീകളാണ് ഡോക്ടർമാര്, ഇന്നിപ്പോ ആണുങ്ങളും ഡോക്ടർമാരുണ്ട്, ഗൈനക്കോളജിസ്റ്റുകൾ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്ത്രീകളാണല്ലോ ചെയ്യാറ്, എന്നാ അവിടുന്ന് തുടങ്ങിയത് എന്ന്. ഏതായാലും പോയിട്ട് വരും, ഇനിയുള്ള കേസുകളൊക്കെ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ളത്. അർജുനൻ അവിടെ നിന്ന് പുറപ്പെടുക. അപ്പം ധർമ്മപുത്രരൊക്കെ ചോദിച്ചു, എങ്ങടാ അർജുന നീ പോകുന്നത്? സാധാരണ എങ്ങനെയൊന്നും പോവാറില്ലല്ലോ. ഒന്നും പറയേണ്ട, ഒരു ബ്രാഹ്മണന്റെ പ്രസവ കേസിന് പോവുകയാണെന്ന്. ഏതായാലും അവിടുന്ന് പോണു. ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തി. ബ്രാഹ്മണൻ സ്പെഷ്യൽ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അർജുനന്. കാരണം പ്രസവം രക്ഷിക്കാൻ വന്ന ആളല്ലേ. അർജുനൻ ആദ്യം തന്നെ ചെയ്തത് ബ്രാഹ്മണന്റെ ഗൃഹത്തിലൊക്കെ ഒന്ന് കയറി നോക്കി, എവിടെയാണ് ഇവർ പ്രസവിക്കാറ്. ആ മുറി കയറിയപ്പോഴാണ് മനസ്സിലായത്, മുറി അത്ര സേഫ് ഒന്നല്ല, ഇവിടെയൊന്നും പ്രസവിക്കാൻ പറ്റില്ല, അതന്നെ അവിടെ പ്രസവം ശരിയാവാത്തതൊന്നും. അങ്ങനെ അർജുനൻ തന്റെ അമ്പുകൊണ്ട് ഒരു പ്രത്യേക മുറി ഉണ്ടാക്കി. അന്ന് മുതലാണ് ഇന്ത്യയിലെ ലേബർ വാർഡ് വരാൻ തുടങ്ങിയത്. പ്രസവത്തിനായിട്ടുള്ളൊരു മുറി അർജുനനാണ് ആദ്യം ഉണ്ടാക്കി. ഇതൊക്കെ ഭാഗവതത്തിലുണ്ട്. ഭാഗവതത്തിലില്ലാത്ത ഒന്നും ഈ ലോകത്തിലില്ല എന്നാണ്. എല്ലാം നിങ്ങൾക്ക് കാണാം. സിസേറിയൻ വേണോ അത് വേണോ, അതുപോലെ ഓർത്തോപെഡി സർജറി വേണോ അത് വേണോ, എല്ലാം ഭാഗവതത്തിലുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അർജുനൻ ഒന്ന് സൂക്ഷ്മം നോക്കി. യമരാജാവിന്റെ ദൂതന്മാര് പോലും കയറില്ല. ഏതായാലും സമയം മുന്നോട്ട് പോകണു. നമുക്കാണിച്ച ചായക്കുള്ള സമയമായി. ഇനി വേഗം പ്രസവം നടത്തണം. ആ ബ്രാഹ്മണന്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി അധികം കാത്തിരിക്കേണ്ട, വേഗം അകത്തേക്ക് ചെല്ലുമെന്ന്. അവർ പ്രസവിക്കാൻ വേണ്ടി അകത്തേക്ക് ചെല്ലണു. ആ സമയത്ത് അർജുനൻ ഇങ്ങനെ അഹങ്കാരത്തോടും അഭിമാനത്തോടും ഇങ്ങനെ വിചാരിക്കുകയാണ്, ആ കുട്ടി പുറത്തേക്ക് വരും, കുട്ടി കരയും. ആ സമയത്ത് ബ്രാഹ്മണൻ ഓടിച്ചെല്ലും, കുട്ടിയെടുക്കും, എന്നിട്ട് എന്നെ ആലിംഗനം ചെയ്തിട്ട് പറയും, കൃഷ്ണനും രാമനും പറ്റാത്ത കാര്യം അർജുന നിനക്ക് പറ്റിയില്ലേ, നീ തന്നെ കേമെന്നൊക്കെ പറയും, എന്നെ എടുത്ത് പൊക്കും. അതൊക്കെ വിചാരിച്ച് അർജുനൻ, ബ്രാഹ്മണൻ പറയും ഇരുന്നോളൂ. അർജുനൻ ഇരിക്കാൻ പറ്റില്ല, അർജുനനാണ് കൂടുതൽ പരിഭ്രമം. അങ്ങനെ പ്രസവിക്കേണ്ട സമയമായപ്പോ ഉച്ചത്തിലൊരു കരച്ചിൽ കേട്ടു. ആരുടെ കരച്ചിലാ? കുട്ടിയുടെയാണോ? കുട്ടിയുടെ അല്ല, ബ്രാഹ്മണന്റെ പത്നിയുടെ. ബ്രാഹ്മണൻ വല്ല അപകടം ഉണ്ടായോ എന്ന് വിചാരിച്ച് ഓടി. അകത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ആ ബ്രാഹ്മണ പത്നി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഇത്രയും കാലം പ്രസവിച്ച കുട്ടി വന്നിട്ടേ മരിക്കാറുള്ളൂ, ഇപ്രാവശ്യം കുട്ടിയേ വന്നിട്ടില്ല എന്ന്. പ്രസവത്തിലേ കുട്ടി പോയിരിക്കുന്നു. ബ്രാഹ്മണൻ അങ്ങോട്ട് കലി വന്നു. നീ ആരാണ്? അർജുനനാണെന്നോ? കൃഷ്ണനല്ല, രാമനല്ല, കുന്തമുണ്ടത്രേ. ഈ റൂമിൽ വെച്ച് പ്രസവിച്ച കുട്ടി പോവില്ലത്രേ. എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്ത് കുന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? വലിച്ചു എറിയ കുന്തം. കുട്ടിയെ രക്ഷിക്കാൻ പറ്റൂ. ഇത്രയും കാലം ശവമെങ്കിലും കാണാൻ പറ്റുമായിരുന്നു, എനിക്ക് ആ ശവം കണ്ടാൽ തന്നെ തൃപ്തിയായിരുന്നു, ഇത് കുട്ടി തന്നെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അലറിയപ്പോ അർജുനൻ ആകെ നാണം കിട്ടു, മാനം കിട്ട പോലെ. ഒരു നിമിഷം അർജുനന് മനസ്സിലായി, എന്തെങ്കിലും പ്രതിവിധി ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണെന്ന്. സൂക്ഷ്മ രൂപത്തെ എടുത്ത് അർജുനൻ അവിടെ നിന്ന് യമലോകത്തിലേക്കും വരുണലോകത്തിലേക്കും ഒക്കെ പോയി. അവിടുത്തെ ഒന്നും അക്കൗണ്ടിൽ കുട്ടികളില്ല. അർജുനൻ പരാജയപ്പെട്ടു, തിരിച്ചു വന്നു. ചെത കൂട്ടണം, വിറകൊക്കെ കൂട്ടി. ബ്രാഹ്മണൻ ഉത്സാഹിച്ചു, നീ ചത്തോ, എനിക്കൊരു വിരോധമില്ല എന്ന്, നീയൊന്നും ജീവിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന്. വിറകൊക്കെ കൂട്ടി തീ കൊളുത്തുന്ന നേരം അർജുനൻ ഇങ്ങനെ നോക്കി. ബ്രാഹ്മണൻ പറയൂ, വേണ്ട അർജുന നീ ചാടണ്ടെന്നൊക്കെ. ബ്രാഹ്മണൻ ഒരു കുലുക്കുമില്ല, നീ ചാടിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന്. അങ്ങനെ തീയെല്ലാം കത്തിച്ച് അർജുനൻ ചാടാൻ നേരത്ത് പുറകുന്ന ഒരാൾ വലിച്ച് പുറത്തേക്ക് ഇട്ടു. നോക്കുമ്പോഴാണ് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ നിൽക്കണു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കാലിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാൻ എടുത്ത് ആലിംഗനം ചെയ്തു. അർജുന, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത ലീലകളാണ്, നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കൊടുക്കണ്ടേ ബ്രാഹ്മണന്? അല്ലെങ്കിൽ ഇനി ബ്രാഹ്മണൻ ഓടി വന്ന് നിന്നെ പിടിച്ച് ചിതയിലേക്ക് ഇടും. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അതിദിവ്യമായ രഥങ്ങളെ വരുത്തി എന്നാണ്. ഭഗവാന്റെ കൂടെ അർജുനൻ ആ രഥത്തിൽ കയറിയിരിക്കുന്നു. പിന്നെ അർജുനൻ കാണുന്നത് 7 ദ്വീപുകൾ കഴിയുന്നു, 7 സാഗരങ്ങൾ കഴിയണം. പിന്നെ ഘോരമായ അന്ധകാരം.
ഭഗവാന്റെ സുദർശന ചക്രം മാത്രം മുന്നിൽ. അങ്ങനെ പോയി 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 പിന്നെ അർജുനൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതാ 1000 പണങ്ങളുള്ള അനന്തന്റെ മുകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആദിനാരായണ സ്വാമി ഇങ്ങനെ കിടക്കണു. സിദ്ധന്മാരും ഗന്ധർവന്മാരും മുനികളും ഋഷീശ്വരന്മാരും സ്തുതിക്കുന്നു. അങ്ങനൊരു അത്ഭുതകരമായൊരു കാഴ്ച കണ്ടുകൊണ്ട് അർജുനനും കൃഷ്ണനും നമസ്കരിച്ചപ്പോ അവിടെ വെച്ച് നാരായണസ്വാമി അവരോട് പറയാണ്, ഞാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. നിങ്ങൾ രണ്ടുപേരും നരനാരായണന്മാരാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ലീലകളാടാൻ വന്നവരാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഇനി അവതാരങ്ങളൊക്കെ ഉപസമരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനൊക്കെ ആയിട്ടാണ് വരുത്തിയതെന്ന് പറഞ്ഞ് അവരവിടെ വെച്ച് ഉപദേശിക്കുന്നു. അതിനുശേഷം ആ ബ്രാഹ്മണ കുട്ടികളെ എടുക്കാൻ പറയണം. അർജുനൻ ആ കുട്ടികളെയൊക്കെ എടുത്ത് ബ്രാഹ്മണന് തിരികെ ഏൽപ്പിച്ച കഥയാണ് സന്താനഗോപാലം എന്നൊരു കഥ. അപ്പോ ഇവിടെ ഒരു കാര്യം പരമാർത്ഥം മനസ്സിലാക്കണം. ഒന്ന്, എന്ത് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടോ അത് അനുഭവിച്ചേ നമ്മൾ പറ്റും. അതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പരമാർത്ഥം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ ആരും ജനിക്കുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല. എല്ലാവരും എല്ലാ കാലത്തും ഇവിടെ എവിടെയോ ഉണ്ട്, ഒന്നുകിൽ സ്ഥൂല രൂപത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മരൂപത്തിൽ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ദുഃഖിക്കേണ്ട ഒരാവശ്യവുമില്ല. ശരീരത്തിലിരിക്കാം, ശരീരമില്ലാതിരിക്കാം. ശരീരമുള്ളപ്പോഴേ ജീവിതമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ശരീരമില്ലാതെയും അനുഭവങ്ങളുണ്ട് എന്നത് സ്വപ്നം നമുക്ക് വളരെ പരമാർത്ഥമായൊരു അനുഭവമാണ്. ശരീരമില്ലാതെ സ്വപ്നത്തിലൂടെ ഞാനും നിങ്ങൾ അനുഭവങ്ങൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് ശരീരമില്ലാതെ അനുഭവങ്ങളുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഒരു പരമാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നമുക്ക് സധൈര്യം മരിക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് ഈ ഉപാഖ്യാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടുകൂടിയിട്ട് ഈ 90 അധ്യായങ്ങളുള്ള ദശമസ്കന്ധം ഇവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. അവസാനത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ലീലകളൊക്കെ ഒന്നുകൂടി സംക്ഷിപ്തമായി പറഞ്ഞുകൊണ്ട് വ്യാസമഹർഷി ഉപസംഹരിപ്പിക്കുന്നു. ഇനി നമുക്ക് തുടങ്ങേണ്ടതാണ് ഏകാദശ സ്കന്ധം. അവിടെയാണ് മോക്ഷം എന്ന് പറയുന്നത് എന്താണെന്നും അതെങ്ങനെയാണ് കൈവരിക്കേണ്ടതെന്നൊക്കെ താത്വികമായി പറഞ്ഞു തരുന്നത്. അതെല്ലാം ചായയ്ക്ക് ശേഷം കാണാമെന്ന് വെച്ചുകൊണ്ട് നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.